പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 2 രീതികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ഏഡഡ് മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഉൽപ്പന്ന രീതി, ഇതായിരുന്നു പഠിച്ചത്. അതിനുശേഷം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ടുള്ള 2ാമത്തെ മെത്തേഡായ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി, അത് പഠിച്ചു. ഇനി നമുക്ക് ആകെ ഒരു മെത്തേഡ് കൂടിയാണ് പഠിക്കാനുള്ളത്, 3ാമത്തെ മെത്തേഡ്. അതാണ് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള വരുമാന രീതി, ഇൻകം മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ മെത്തേഡായ ഇൻകം മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ, ഇതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 മെത്തേഡുകളും നിങ്ങൾ നല്ലപോലെ പഠിച്ചത് കൊണ്ട് തന്നെ ഇൻകം മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉൽപ്പാദകൻ ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായും തീർച്ചയായും ഉൽപ്പാദന ഘടകങ്ങളുടെ സേവനം ലഭിച്ചിരിക്കണം. ഉൽപ്പാദന ഘടകങ്ങളുടെ സേവനം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു ഉൽപ്പാദകന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി, എ പ്രൊഡ്യൂസർ മസ്റ്റ് യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. What are the primary factors of production? Yes, land, labor, capital and entrepreneur. ഒരു ഉൽപ്പാദകന് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഭൂമി ലഭിക്കണം, തൊഴിലാളികളെ ലഭിക്കണം, മൂലധനം ലഭിക്കണം, അതിൻ്റെ സംഘാടകനെയും ലഭിച്ചിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ സംരംഭകനെയും ലഭിച്ചിരിക്കണം. ഈ 4 ഉൽപ്പാദന ഘടകങ്ങളും കൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഈ ഉൽപ്പന്നത്തിൻ്റെ വില അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പാദനത്തിന് സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അർഹതപ്പെട്ടതാണ്. എങ്കിൽ ഈ ഉൽപ്പന്നം വിറ്റ് കിട്ടിയ കാശ്, പണം നമ്മൾ ആരുടെ ഇടയിൽ വിതരണം ചെയ്യും? ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള ലാൻഡിൻ്റെ ഉടമയ്ക്ക് റെൻ്റായിട്ട് കൊടുക്കും, തൊഴിലാളിയുടെ ഉടമയ്ക്ക് വേജായിട്ട് കൊടുക്കും, ക്യാപിറ്റലിൻ്റെ ഉടമയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും, അതേപോലെ തന്നെ സംരംഭകന് ലാഭമായിട്ട് നമ്മൾ കൊടുക്കും. ഇത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, ഇല്ലേ? ഉൽപ്പന്നങ്ങളുടെ വില വിതരണം ചെയ്യുന്നത് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഇവിടേക്ക് നോക്കുക, ഇതൊരു പ്രൊഡക്റ്റ് ആണെന്ന് വയ്ക്കുക. ഈ പ്രൊഡക്റ്റ്, ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉൽപ്പാദകനെ സഹായിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ഇവിടെ ലാൻഡുണ്ട്, ലേബറുണ്ട്, ക്യാപിറ്റലുണ്ട്, അതേപോലെ തന്നെ ഓൺട്രപ്രനറുണ്ട്. ഈ 4 ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രനർ, ഈ 4 ഘടകങ്ങളാണ് നമ്മളുടെ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ പ്രൈമറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അർഹതപ്പെട്ടതാണ്, ആണല്ലോ. ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിറ്റപ്പോൾ നമുക്ക് 1000 രൂപ ലഭിച്ചു എന്ന് വയ്ക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ വിലയായ 1000 രൂപ ഇത് വിറ്റപ്പോൾ ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 1000 രൂപ അർഹതപ്പെട്ടിരിക്കുന്നത് ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രനർ എന്നീ ഉൽപ്പാദന ഘടകങ്ങളാണ്, അല്ലേ? എങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനത്തിനായിട്ട് ലാൻഡ് അഥവാ ഭൂമി നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം, അതിൻ്റെ റിവാർഡ്, ലാൻഡിൻ്റെ റിവാർഡാണെന്ത്? റെൻറ്റ് നാം 250 രൂപ ഭൂമിയുടെ മുതലാളിക്ക് കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മെ സഹായിച്ചിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ലേബർ, തൊഴിലാളിയുടെ സേവനത്തിന് അദ്ദേഹത്തിൻ്റെ കൂലി, അതായത് വേജ് ആണല്ലോ ലേബറിൻ്റെ റിവാർഡ്. അദ്ദേഹത്തിൻ്റെ ലേബറിൻ്റെ വേജായിട്ട് നമ്മൾ 250 രൂപ കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന്
നമ്മെ സഹായിച്ചിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ക്യാപിറ്റൽ, മൂലധനം. മൂലധനത്തിൻ്റെ സേവനത്തിനുള്ള റിവാർഡ് എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഇൻട്രസ്റ്റ്, പലിശ. അത് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ 250 രൂപ കൊടുക്കുന്നു. ഈ വസ്തു ഉൽപ്പാദിപ്പിക്കാനായിട്ട് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സംരംഭകൻ, ഓൺട്രപ്രണർ, അദ്ദേഹത്തിൻ്റെ ലാഭം അല്ലേ? ഇദ്ദേഹത്തിൻ്റെ റിവാർഡാണെന്ത്? ലാഭം, പ്രോഫിറ്റ്. അപ്പോൾ ഓൺട്രപ്രണറുടെ റിവാർഡായിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ 250 രൂപയും നൽകുന്നു എന്ന് വയ്ക്കുക. എങ്കിൽ ഈ 4 പേരും, അതായത് നമ്മളുടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും 250 രൂപ വീതം ലഭിച്ചിരിക്കുന്നു. 250 രൂപ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ ലഭിച്ചിരിക്കും അല്ലേ? അപ്പം ഒരു സാധനത്തിൻ്റെ വിലയായ 1000 രൂപ ഒരു ഇക്കോണമിയിൽ ഉൽപാദനം നടത്തുന്നതോടെ അതിൽ പങ്കെടുത്തിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡുകളായിട്ട്, റെൻ്റായിട്ട്, വേജായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, പ്രോഫിറ്റായിട്ട് ലഭിച്ചിരിക്കും ഇല്ലേ? ഇങ്ങനെ ഒരു ഇക്കോണമിയിൽ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സാധനങ്ങളുടെ വില എത്രയാണോ അത്രയും തുക നമ്മുടെ രാജ്യത്തെ ലാൻഡിന്, ലേബറിന്, ക്യാപിറ്റലിന്, ഓൺട്രപ്രണർക്ക് റെൻ്റായി, വേജായി, ഇൻട്രസ്റ്റായി, പ്രോഫിറ്റായി ലഭിച്ചിരിക്കും അല്ലേ? അപ്പം ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മളുടെ ഗാർഹിക യൂണിറ്റുകളാണ് ലാൻഡും, ലേബറും, ക്യാപിറ്റലും, ഓൺട്രപ്രണറും ഒക്കെ സംഭാവന ചെയ്യുന്നത്. അത് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ? എങ്കിൽ ഹൗസ് ഹോൾഡിൽ ഉള്ള, ഗാർഹിക യൂണിറ്റിലുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ലഭിച്ചിരിക്കുന്ന വരുമാനം, എല്ലാ വരുമാനവും കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വർഷത്തിലെ എല്ലാ വരുമാനവും കൂടി നമുക്ക് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ദേശീയ വരുമാനം കിട്ടില്ലേ? ആ വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിൻ്റെ വില തന്നെയല്ലേ ഇവിടെയുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഴ്സിന് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റായിട്ട് ലഭിക്കുക ഇല്ലേ? ഈ തരത്തിൽ ഒരു രാജ്യത്തുള്ള എല്ലാ ലാൻഡിൻ്റെ ഉടമകൾക്കും, ലേബറിൻ്റെ ഉടമകൾക്കും, ക്യാപിറ്റലിൻ്റെ ഉടമകൾക്കും, ഓൺട്രപ്രണറിൻ്റെ ഉടമകൾക്കും റെൻ്റായി, വേജായി, ഇൻട്രസ്റ്റായി, പ്രോഫിറ്റായി ലഭിക്കുന്നതിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേശീയ വരുമാനത്തിന് തുല്യമായിരിക്കും. ഈ തരത്തിൽ ദേശീയ വരുമാനം കാണുന്നതിനെയാണ് ഇൻകം മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നാഷണൽ ഇൻകം ഈസ് ദാറ്റ് മെത്തേഡ് വിച്ച് മെഷേഴ്സ് നാഷണൽ ഇൻകം ഇൻ ടേംസ് ഓഫ് payment made in the form of rent, wage, interest and profit to the factors of production, that is land, labor, capital and entrepreneurs in an accounting year. ഒരു വർഷത്തിൽ ഉൽപാദനത്തിന് സഹായിച്ചിട്ടുള്ള ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിലാളി, മൂലധനം, സംരംഭകൻ എന്നിവർക്ക് പാട്ടം, കൂലി, പലിശ, ലാഭം എന്നീ ഇനങ്ങളിൽ ഒരു വർഷത്തിൽ നൽകുന്ന തുകയുടെ ആകെ തുകയെയാണ് ദേശീയ വരുമാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇനി ഒരു ഇക്കോണമിയിൽ, ഒരു രാജ്യത്ത് ആകെ n നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഉണ്ടെന്ന് വയ്ക്കുക. എത്ര ഹൗസ് ഹോൾഡ്സ് ആണ് ഒരു ഇക്കോണമിയിലുള്ളത്? n നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഉണ്ടെന്ന് വയ്ക്കുക. അതിൽ നിന്നും ഒരു ഹൗസ് ഹോൾഡിനെ നാം സാമ്പിളായിട്ട് എടുക്കുന്നു. അതിനെ ith ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നു. എങ്കിൽ ഈ ith ഹൗസ് ഹോൾഡിന് ലഭിക്കുന്ന കൂലി WI ആയിരിക്കും അല്ലേ? അപ്പോൾ ith ഹൗസ് ഹോൾഡിന് ലഭിച്ചിരിക്കുന്ന വേജ് എന്തിന് തുല്യമായിരിക്കും? WIക്ക് തുല്യമായിരിക്കും. വേജ് ഓഫ് ദി ith ഹൗസ് ഹോൾഡ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? അങ്ങനെ ഒരു വർഷത്തിൽ ഒരു ഇക്കോണമിയിലുള്ള ith ഹൗസ് ഹോൾഡിന് വേജ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്ന തുകയാണ് WI സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഗാർഹിക യൂണിറ്റിൽ, ഒരു ഇക്കോണമിയിലെ ഗാർഹിക യൂണിറ്റുകളിൽ കൂലിയായിട്ടുണ്ട്, പാട്ടമായിട്ടുണ്ട്, പലിശയായിട്ടുണ്ട്, ലാഭമായിട്ടുണ്ട് ഇല്ലേ? എങ്കിൽ
ഹൗസ് ഹോൾഡിന് ലഭിക്കുന്ന ith ഹൗസ് ഹോൾഡിന് ലഭിക്കുന്ന റെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് തുല്യമായിരിക്കും? ഒരു വർഷത്തിൽ മൊത്തത്തിൽ ലഭിക്കുന്നത് RIക്ക് തുല്യമായിരിക്കും. RI സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു വർഷത്തിൽ ഹൗസ് ഹോൾഡിന് ith ഹൗസ് ഹോൾഡിന് റെൻ്റായിട്ട് പാട്ടമായിട്ട് ലഭിച്ചിരിക്കുന്ന തുകയെയാണ് RI സൂചിപ്പിക്കുന്നത്. അതുപോലെ INI എന്തിനെയായിരിക്കും സൂചിപ്പിച്ചിട്ടുണ്ടാവുക? അതെ, ith ഹൗസ് ഹോൾഡിന് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. അതേപോലെ PI ith ഹൗസ് ഹോൾഡിന് പ്രോഫിറ്റായിട്ട് ലഭിച്ചിരിക്കുന്ന വരുമാനത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ ഈ രാജ്യത്തുള്ള ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ ഫേമുകൾക്കും കൂടി എത്രമാത്രം വരുമാനം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ വരുമാനം നമുക്ക് ലഭ്യമാകും. WI എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ith ഹൗസ് ഹോൾഡിന് ലഭിച്ചിട്ടുള്ള കൂലി ഇനത്തിലുള്ള വരുമാനമാണ് അല്ലേ? ഒരു ഇക്കോണമിയിൽ എത്ര ഹൗസ് ഹോൾഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്? n നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് ഉണ്ട്. എങ്കിൽ ഈ n നമ്പർ ഓഫ് ഹൗസ് ഹോൾഡിനും കൂടിയിട്ട് കൂലി ഇനത്തിൽ എത്രമാത്രം വരുമാനം ലഭിക്കും? യെസ്, അത് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n WI. ഇതായിരിക്കും ഒരു രാജ്യത്തെ എല്ലാ ഹൗസ് ഹോൾഡുകൾക്കും കൂടി, അതായത് 1 മുതൽ n വരെയുള്ള എല്ലാ ഹൗസ് ഹോൾഡുകൾക്കും കൂടിയിട്ട് ലഭിക്കുന്ന കൂലി അല്ലേ? സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n WI ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഇക്കോണമിയിലെ എല്ലാ ഗാർഹിക യൂണിറ്റുകൾക്കും കൂടിയിട്ട് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? നമുക്കെങ്ങനെ എഴുതാം? പ്ലസ് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n INI ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ അവിടെ ഉൽപാദനത്തിന് പങ്കെടുത്തിട്ടുള്ള മറ്റു ഫാക്ടറാണ് എന്ത്? ലാൻഡിന് എന്താ കിട്ടുന്നത്? റെൻറ്റ്. അപ്പം അവിടെയുള്ള ആകെ റെൻറ്റ് ഇനത്തിൽ, പാട്ട ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം എങ്ങനെ എഴുതാം? സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n RI എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവാർഡുകളായി കഴിഞ്ഞു. ഫാക്ടർ ലേബറിൻ്റെ വേജ് ആയി കഴിഞ്ഞു. ഫാക്ടർ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞു. ഫാക്ടർ ലാൻഡിൻ്റെ റെൻറ്റ് ആയി കഴിഞ്ഞു. ഇനി ഏത് ഫാക്ടറാണ് ബാക്കിയുള്ളത്? യെസ്, ഓൺട്രപ്രണർ. അപ്പം ഒരു ഇക്കോണമിയിലുള്ള എല്ലാ ഹൗസ് ഹോൾഡിനും കൂടി ലഭിക്കുന്ന ലാഭം എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n PI എന്ന് എഴുതാം അല്ലേ? അപ്പം ഇവിടെ ഒരു വർഷത്തിൽ ലഭിക്കുന്ന മൊത്തം കൂലിയായി, പലിശയായി, പാട്ടമായി, പ്രോഫിറ്റായി, ഇതാണ് ഒരു വർഷത്തിൽ ഒരു ഇക്കോണമിയിൽ ആകെ ഉണ്ടാകുന്ന വരുമാനം ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n WI എന്നതിന് പകരം നാം ചുരുക്കിയിട്ട് W എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിനെ നമുക്ക് IN എന്ന് മാത്രമായിട്ട് എഴുതാം. IN റെപ്രസെൻറ്റ് സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n INI അല്ലേ? അതുപോലെ നമുക്ക് R പ്ലസ് P എന്നിങ്ങനെ എഴുതാനായിട്ട് പറ്റും അല്ലേ? ഇത് വേജാണ്, ഇൻട്രസ്റ്റ് ആണ്, റെൻ്റാണ്, പ്രോഫിറ്റാണ്. ഇങ്ങനെ ഒരു വർഷത്തിൽ ആ ഇക്കോണമിയിലുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങൾക്കും കൂടി ലഭിച്ചിട്ടുള്ള, ആ ഇക്കോണമിയിലുള്ള എല്ലാ ഗാർഹിക യൂണിറ്റുകൾക്കും കൂടി ലഭിച്ചിട്ടുള്ള ആകെ വരുമാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ നമ്മളുടെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ. അതായത് ഇത് എന്തിന് തുല്യമായിരിക്കും? ദാറ്റ് ഈസ് ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു GDP. ഇതെന്തിന് തുല്യമായിരിക്കും? GDPക്ക് തുല്യമായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് മൂന്നാമത്തെ മെത്തേഡ് പ്രകാരം നാം ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. ഈസി അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 മെത്തേഡുകൾ പഠിച്ചു. ഒന്ന് പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമതായിട്ട് ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഇൻകം മെത്തേഡ്.
ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കാം. ഏത് മെത്തേഡ് തന്നെ ഉപയോഗിച്ചാലും നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക. എങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡാറ്റയുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ഇൻകം മെത്തേഡോ പ്രൊഡക്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡോ ഏത് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് ഈ 3 മെത്തേഡ് പ്രകാരവും ലഭിക്കുന്ന ദേശീയ വരുമാനം തുല്യമായതുകൊണ്ട് തന്നെ ഇവയൊക്കെ എന്താണ്? ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആണല്ലേ. അതുകൊണ്ട് GDP ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n GVAI. ഇതേത് മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കാണാനുള്ള ഫോർമുലയായിരുന്നു? യെസ്, പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം, വിച്ച് ഈസ് ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു C plus I plus G plus X minus M. ഇതേത് മെത്തേഡ് പ്രകാരം? യെസ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം. ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു W plus IN plus R plus P, വേജ്, ഇൻട്രസ്റ്റ്, റെൻറ്റ് ആൻഡ് പ്രോഫിറ്റ്. അത് ഇൻകം മെത്തേഡ് പ്രകാരമുള്ള ഫോർമുല അല്ലേ. സോ സിൻസ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ, we can write GDP identically is equal to sigma from I is equal to 1 to n GVAI, which is identically is equal to C plus I plus G plus X minus M, which is identically is equal to W plus IN plus R plus P. ഇല്ലേ? ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 മെത്തേഡുകളിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരേ ഉത്തരം കിട്ടുക. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദർ ആർ 2 പ്രൊഡ്യൂസേഴ്സ് ഇൻ എൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ ആകെ 2 ഉൽപ്പാദകരെ ഉള്ളൂ, ഫേം എ ആൻഡ് ഫേം ബി. ആരൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഫേം എയും ഫേം ബിയും. ഫേം എ പ്രൊഡ്യൂസേഴ്സ് കോട്ടൺ. 50 രൂപയ്ക്കുള്ള കോട്ടൺ പരുത്തി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. ആര്? ഫേം എ. 50 രൂപയുടെ പരുത്തി കോട്ടൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേം എ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഇൻ ദ കേസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ ഹിയർ ഈസ് 0. ഇവിടെ എത്രയാണ്? 0. സോ ദ വാല്യൂ ആഡഡ് ബൈ ദ ഫേം എ ഇറ്റ് സെൽഫ് ഈസ് ₹50. 50 രൂപയുടെ മൂല്യവും ആര് തന്നെ അവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്? ഫേം എ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. സോ വാല്യൂ ആഡഡ് ബൈ ഫേം എ ഈസ് ഈക്വൽ ടു ₹50 ഹിയർ. റൈറ്റ്. ഇനി രണ്ടാമത്തെ ഉൽപ്പാദകനാണ് ഫേം ബി. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നത് ക്ലോത്താണ്, തുണിയാണ്. അപ്പം തുണി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ നടത്തണം, അദ്ദേഹത്തിന് പരുത്തി ലഭിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ക്ലോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ടു പ്രൊഡ്യൂസ് ക്ലോത്ത്, ഫേം ബി പർച്ചേസസ് കോട്ടൺ ഫ്രം ഫേം എ ആസ് an intermediate consumption. So for the production of cloth, firm B uses intermediate consumption, that is equal to ₹50. അല്ലേ? Cotton is purchased by firm B as an intermediary consumption. ഓക്കെ, ഇനി 50 രൂപയുടെ പരുത്തി വാങ്ങിക്കൊണ്ട് ഫേം ബി അതിനെ തുണിത്തരമാക്കി മാറ്റുകയാണ്. അങ്ങനെ അദ്ദേഹം തുണി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അതിന് 200 രൂപയ്ക്ക് വിൽക്കുന്നു. ഫേം ബി സെയിൽസ് ഹിസ് ക്ലോത്ത്, വിൽക്കുന്നു എത്ര രൂപയ്ക്ക്? അറ്റ് ₹200. ഇവിടെ ഫേം ബി കൂട്ടിച്ചേർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വാല്യൂ എഡിഷൻ അവിടെ എത്രയാണ്? 150 രൂപയാണ് അല്ലേ? വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു
value of output minus intermediate consumption. Here value of output is equal to 200 minus intermediate consumption is equal to 50. 200 minus 50 is equal to 150. 150 is the value added by the firm B. Firm B അവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ള മൂല്യം എത്രയാണ്? 150 ആണ്. അങ്ങനെ നമ്മുടെ ഇക്കോണമിയിൽ ആകെ 2 ഫേമുകളേ ഉള്ളൂ. ഈ 2 ഫേമുകളിൽ ഫേം എ കൂട്ടിച്ചേർത്തിരിക്കുന്നത് 50 ആണ്, പ്ലസ് ഫേം ബി കൂട്ടിച്ചേർത്തിരിക്കുന്നത് 150 ആണ്. എങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം 50 പ്ലസ് 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഇതാണ് നമ്മുടെ ദേശീയ വരുമാനം അല്ലേ? ഇനി ഫേം ബി താൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തുണി, ക്ലോത്ത് എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? 200 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. എങ്കിൽ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു 200 അല്ലേ? അപ്പം എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം അദ്ദേഹം എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇവിടെ എത്രയാണ്? 200 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് പ്രകാരം 200 രൂപ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 50 രൂപയ്ക്കാണ് ഫേം എ ഇവിടെ ഉൽപ്പന്നം കോട്ടൺ വിറ്റിരിക്കുന്നത്. തനിക്ക് ലഭിച്ച 50 രൂപയിൽ നിന്നും അദ്ദേഹം വേജായിട്ട് 20 രൂപ കൊടുക്കുന്നു എന്ന് വയ്ക്കുക. ഓക്കെ, പ്രോഫിറ്റായിട്ട് അദ്ദേഹം 30 രൂപ എടുക്കുന്നു എന്ന് വയ്ക്കുക. എങ്കിൽ ഇവിടെ പ്രോഫിറ്റ് 30 രൂപയുടേതാണ്, വേജ് എത്രയാണ്? 20 രൂപയ്ക്ക് ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ മൊത്തം അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന 50 രൂപ കൂലിയായിട്ട് 20 കൊടുത്തു കഴിഞ്ഞു, ലാഭമായിട്ട് 30 എടുത്തും കഴിഞ്ഞു അല്ലേ? റൈറ്റ്. ഇനി നോക്കുക, ഫേം ബിയുടെ കാര്യം നമുക്ക് നോക്കാം. ഫേം ബിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത് 150 രൂപ മൂല്യമാണ്. ഈ 150 രൂപയിൽ അദ്ദേഹം കൂലിയായിട്ട് 60 രൂപ കൊടുക്കുന്നു എന്ന് വയ്ക്കുക. കഴിച്ച് 90 രൂപ അദ്ദേഹം പ്രോഫിറ്റായിട്ട് എടുക്കുന്നു എന്ന് വയ്ക്കുക. ഓക്കെ, എങ്കിലിവിടെ കൂലിയായിട്ട് എത്ര രൂപയുണ്ട്? മൊത്തം 80 രൂപ ഉണ്ട്. ഇവിടെ ലാഭമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇടയിൽ എത്രയുണ്ട്? 0. 9 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 12 ഈസ് ഈക്വൽ ടു 120. 80 പ്ലസ് 120 ഈസ് ഈക്വൽ ടു 200. ഇതല്ലേ ഇവിടെ ഫാക്ടേഴ്സിന് ലഭിച്ചിട്ടുള്ള വരുമാനം? കൂലിയായിട്ടും ലാഭമായിട്ടും 80ഉം 120ഉം കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200 രൂപ കിട്ടി. എങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം 200 രൂപ തന്നെയാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം 200 തന്നെയാണ്. അതേപോലെ തന്നെ ഇൻകം മെത്തേഡ് പ്രകാരവും നമുക്ക് എത്ര തന്നെ ലഭിച്ചിരിക്കുന്നു? 200 റുപ്പീസ് തന്നെ ദേശീയ വരുമാനമായിട്ട് ലഭിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. ഡാറ്റയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Income method of national income accounting. This is yet another method of national income estimation. Income method is that method which measures national income in terms of payments made in the form of rent, wages, interest, and profit to the factors of production, that is, land, labor, capital, and entrepreneur, respectively, for their productive services in an accounting year. ഒരു വർഷത്തിൽ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമായ പാട്ടം, കൂലി, പലിശ, ലാഭം
എന്നിവയുടെ ആകെ തുകയാണ് ദേശീയ വരുമാനം. Suppose there are n households in an economy. Let WI be the wages and salaries received by ith households in a particular year. Similarly, PI, INI, RI be the gross profits, interest payments and rents received by the ith household in a particular year. ഒരു ഇക്കോണമിയിൽ n ഗാർഹിക യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഗാർഹിക യൂണിറ്റ് ഐക്ക് ലഭിക്കുന്ന കൂലി WIക്ക് തുല്യമായിരിക്കും. അതുപോലെ PI, INI, RI എന്നിവ ഗാർഹിക യൂണിറ്റ് ഐക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്ന ലാഭം, പലിശ, പാട്ടം എന്നിവയാണ്. Therefore, GDP identically is equal to sigma from I is equal to 1 to n WI plus sigma I is equal to 1 to n PI plus sigma I is equal to 1 to n INI plus sigma I is equal to 1 to n RI, which is identically is equal to W plus P plus IN plus R. ഇവിടെ സിഗ്മ ഫ്രം ഐ ഈസ് ഇക്വൽ ടു 1 ടു n WI എന്നത് W എന്നും സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 ടു n PI എന്നത് P എന്നും സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 ടു n INI എന്നത് IN എന്നും സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 ടു n RI എന്നത് R എന്നും നമുക്ക് എഴുതാവുന്നതാണ്. Since product, expenditure and income methods are identical to each other, GDP identically is equal to sigma from I is equal to 1 to n GVAI, which is identically is equal to C plus I plus G plus X minus M, which is identically is equal to W plus P plus IN plus R ആയിരിക്കും. For example, there are two firms A and B. Suppose A uses no raw materials and produces cotton worth of rupees 50. A sells its cotton to firm B, who uses it to produce cloth. B sells the cloth produced to consumers for rupees 200. Value added by firm A is equal to 50 minus 0 is equal to 50. ഇവിടെ ഫേം എയുടെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ 0 ആയതിനാൽ ഫേം എയുടെ കൂട്ടിച്ചേർത്ത മൂല്യം 50 രൂപയുടേതാണ്. വാല്യൂ ആഡഡ് ബൈ ഫേം ബി ഈസ് ഈക്വൽ ടു 200 മൈനസ് 50 ഈസ് ഈക്വൽ ടു 150. ഇവിടെ ബിയുടെ വിൽപ്പന വിലയായ 200 രൂപയിൽ നിന്നും അവരുടെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ 50 രൂപ കഴിച്ചുള്ള 150 രൂപയാണ് ബിയുടെ കൂട്ടിച്ചേർത്ത മൂല്യം. Thus, GDP is equal to value added by firm A, VAA, plus value added by firm B, VAB, is equal to 200. Sales of firm A is equal to
50 and firm B is equal to 200. Intermediate consumption of firm A is equal to 0 and firm B is equal to 50. Value added by firm A is equal to 50 and value added by firm B is equal to 150. As per product method or value added method, GDP is equal to 50 plus 150 is equal to 200. As per expenditure method, final expenditure on cloth is equal to 200. As per income method, 50 received by firm A is distributed as wages and profits, 20 and 30 respectively. Similarly, B gives 60 as wages and keeps 90 as profits. 20 plus 30 plus 60 plus 90 is equal to 200. ഫേം എക്ക് ലഭിച്ച 50 രൂപയിൽ നിന്നും കൂലിയായി 20 രൂപയും ലാഭമായി 30 രൂപയും നൽകുന്നുവെന്ന് കരുതുക. അതേപോലെ ഫേം ബിയുടെ 150 രൂപയിൽ നിന്നും 60 രൂപ കൂലിയായും 90 രൂപ ലാഭമായും നൽകുന്നുവെന്ന് കരുതുക. അപ്പോൾ വരുമാന രീതി പ്രകാരം 20 കൂട്ടണം 30 കൂട്ടണം 60 കൂട്ടണം 90 സമം 200 എന്ന് ലഭിക്കുന്നു. താങ്ക് യു. എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.